ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്ന റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തി ഇപ്പോൾ ഈ സമയത്ത് നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത് എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ ഓർക്കുക, ഇതൊരു ജനറൽ വീഡിയോയാണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. അതിനു മുൻപായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അവരുടെ കറന്റ് സിറ്റുവേഷൻ എന്താണെന്ന് നമുക്കിവിടെ നോക്കാം. ആദ്യം നമ്മൾ അത് നോക്കും, പിന്നെ നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണ് എന്ന് നോക്കും. 9 ഓഫ് വാൻസിന്റെ എനർജിയാണ് ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത്. എംപറർ, സെവൻ ഓഫ് സോഡ്സ്, എംപ്രസ്, നയൻ ഓഫ് കപ്സ്. ഒരു കാർഡ് എടുക്കാവേ. ടു ഓഫ് വാൻസ്, ഇതാണ് നിങ്ങളോടുള്ള കറന്റ് എനർജി അവർക്കുള്ളത്. ഇനി നിങ്ങളോടുള്ള അല്ല, അവരുടെ കറന്റ് എനർജി. ഇനി നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ്, നിങ്ങളെ അവരെങ്ങനെയാണ് സ്നേഹിക്കുന്നത്. The lovers, Four of Pentacles, Ten of Wands, King of Wands, Chariot. ഒരു കാർഡ് എടുക്കാവേ. ഡെത്ത്. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് 5 ഓഫ് കപ്സ് ആണ്. 5 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒറ്റപ്പെട്ട ഒരവസ്ഥ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ ഒരു അവസ്ഥ ഇവിടെ ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് കാണുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒറ്റപ്പെട്ട അവസ്ഥ. കാരണം നിങ്ങളിപ്പോൾ എന്തായാലും ഒരു നോ കോണ്ടാക്ട് അവസ്ഥയാണ്. അതുമല്ല എങ്കിൽ ഒരു ലെസ് കോണ്ടാക്ട് അവസ്ഥയിലാണെന്നാണ് കാണുന്നത്. അതുവഴിയായിരിക്കാം നമുക്ക് ഈ ഒരു എനർജി വന്നത്. അങ്ങനെയാവാം. ഇനി കിങ് ഓഫ് സോഡിന്റെ എനർജി കൊണ്ട് അവർ മുന്നോട്ട് തീരുമാനമെടുക്കണമെന്ന് വിചാരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് അവരുടെ കറന്റ് എനർജിയിൽ വന്നിരിക്കുന്നത് 9 ഓഫ് വാൻസ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ? അപ്പൊ ഈ ഒരു 9 ഓഫ് വാൻസ് എന്ന് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ഒറ്റ ഒരു വാണ്ടിൽ മാത്രം പിടിച്ചിരിക്കുകയാണ്, മുറുകെ പിടിച്ചിരിക്കുന്നു ഒറ്റ ഒരു വാണ്ടിൽ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രമാത്രം വാൻസ് ഫയർ സൈൻ, ഏരിയസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി അറിയാമല്ലോ. അപ്പോൾ ഇവിടെ വളരെയധികം ആവേശത്തോടുകൂടി നിങ്ങളെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പൊ അവരുടെ കറന്റ് എനർജിയിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു വെയിറ്റിംഗ് ഉണ്ട്. മനസ്സിലായോ? ഇവിടെ കുറെ ദിവസങ്ങൾ കൊണ്ടേ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ഉണ്ടെന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് അവർക്ക് നിങ്ങളില്ലാതെ അവരുടെ ജീവിതം അല്ലെങ്കിൽ കംപ്ലീറ്റ് ആവുന്നില്ല. അവർക്ക് കംപ്ലീഷൻ നടക്കണമെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന ഈ ഒരു എനർജി കൂടെ വന്നു ചേർന്നെങ്കിൽ മാത്രമേ ഉള്ളൂ.
എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. വളരെയധികം ആവേശത്തോടു കൂടി ഇവിടെ നോക്കി നിൽക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. എന്നാൽ പിന്നെ എന്താണ് വരാത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്തതായിട്ട് എംപററാണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ, ഇവിടെ ഈഗോയുള്ള നല്ല ഒരു വ്യക്തി, നല്ലതുപോലെ മനസ്സിൽ ഈഗോ കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തി, ഒരുപാട് സ്നേഹമുണ്ട്, നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ട്, നിങ്ങളോട് അടുത്ത് വരണമെന്നുണ്ട്, നിങ്ങളോട് സംസാരിക്കണമെന്നോ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. പക്ഷേ ഇവിടെ അവരുടെ ഈഗോ മൈൻഡ് അതിന് സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് അടുത്തതായിട്ട് വന്നിരിക്കുന്നത്. മനസ്സിലായോ? പക്ഷെ ഇത് ഒരു സൊസൈറ്റി ഫിയർ ഉണ്ടാവാം, അവർക്ക് സമൂഹത്തിൽ അവർ നല്ല ഒരു സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാവാം. അവിടെ നിന്ന് മറ്റുള്ളവർ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്, എല്ലാ വിധത്തിലുള്ള കഴിവുള്ള വ്യക്തിയാണ് ഞാൻ, എനിക്ക് എല്ലാ വിധത്തിലുള്ള കഴിവുണ്ട്, ഞാൻ അങ്ങനെ ഒരു ഉയർന്ന പദവിയിൽ നിൽക്കുന്ന ആളാണ്, അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെ ഇതിനൊരു ഇനിഷ്യേറ്റീവ് എടുത്ത് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അത് അവരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ സമൂഹം എന്ത് വിചാരിക്കും, ഇങ്ങനെയൊക്കെയുള്ള പലവിധ തോട്ട്സിൽ ഇങ്ങനെ ഉൾപ്പെട്ടിരിക്കുന്ന പലവിധ ചിന്തകളാൽ ഉള്ളം നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായോ? അപ്പൊ അടുത്തായിട്ട് 7 ഓഫ് സോർഡ്സ് ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ചിന്തകൾ ഉള്ളത് കൊണ്ട് നിങ്ങളോട് പെട്ടെന്ന് അങ്ങോട്ട് കോണ്ടാക്റ്റിൽ വരാൻ പറ്റുന്നില്ല. പക്ഷെ നിങ്ങൾ ചോദിക്കുന്നതിന് കുറെ കള്ളം പറഞ്ഞു നിൽക്കുകയാണ്. നിങ്ങൾ ചിലപ്പോൾ ചോദിക്കുന്നുണ്ടാവും, എന്താണ് വരാത്തത്, അല്ലെങ്കിൽ എന്താണ് ഞാൻ അയക്കുന്ന മെസ്സേജ് കാണുന്നില്ലേ, അതിന് റിപ്ലൈ തരാത്തത് എന്താണ് നിങ്ങൾ സംസാരിക്കാത്തത്, പഴയ പോലെ നിങ്ങൾ വിളിക്കുന്നില്ലല്ലോ. ഇതൊക്കെ നിങ്ങൾ പറയുമ്പോൾ അവർ കള്ളം പറഞ്ഞു ഒഴിയുന്നു എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ വന്നിരിക്കുന്നത് 7 ഓഫ് സോർഡ്സ്. നിങ്ങളോട് നല്ലതുപോലെ അവർ കള്ളം പറയുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. കാരണം അവർക്ക് നിന്ന് പിഴയ്ക്കണമെങ്കിൽ, അവർ വിചാരിക്കുന്നിടത്ത് നിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും നിങ്ങളോടൊരു കള്ളം പറയാതെ പറ്റില്ലല്ലോ. അതുകൊണ്ട് കുറെയൊക്കെ കള്ളം പറഞ്ഞ് നിങ്ങളെ ബോധിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പക്ഷെ എംപ്രസിന്റെ എനർജിയാണ്. കാരണം അവർക്ക് മറ്റ് എല്ലാ വിധത്തിലുമുള്ള ഐശ്വര്യത്തോടും സമൃദ്ധിയോടും കൂടി ജീവിക്കുന്ന വ്യക്തികളാണ് അവർ. ചിലപ്പോൾ ഇത് നിങ്ങളുടെ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആവാം. ഈ ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് എന്ന് പറയുന്നത് എല്ലാ വിധത്തിലുമുള്ള ബന്ധങ്ങൾക്കും ബാധകമാണ്. ഫ്രണ്ട്ഷിപ്പിനാവാം, മറ്റ് ഏത് വിധത്തിലും, എക്സ്ട്രാ മാരിറ്റലാവാം, കപ്പിൾസിനാവാം, ലവേഴ്സിനാവാം, ഇനി ഏത് വിധത്തിലുമുള്ള ബന്ധങ്ങൾക്കും ഇത് ബാധകമാണ്. ഇത് നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച് എടുക്കണം. അതാണ് ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത്. മനസ്സിലായോ? അപ്പൊ ഇവിടെ അവർക്ക് നല്ല ശേഷിയുള്ള വ്യക്തികളാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സമൂഹത്തിലൊക്കെ കുറച്ച് നല്ല ഉയർന്ന പദവിയിലൊക്കെ ഇരിക്കുന്ന വ്യക്തി, അതുപോലെ തന്നെ ഐശ്വര്യ സമൃദ്ധിയും ഒക്കെയുള്ള വ്യക്തികളാണ്. ആ ഒരു വ്യക്തിയാണ് ഇതെന്നാണ് നമ്മൾ ഇവിടെ കാണുന്നത്. കാരണം ഇവിടെ എംപ്രസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. പിന്നെ കുറച്ച് ഫെമിനിൻ എനർജി കൂടിയുണ്ട്. ഈ ഫെമിനിൻ എനർജി ഉള്ളപ്പോഴാണ് ചിലപ്പോഴൊക്കെ ചില കള്ളങ്ങളൊക്കെ പറയണമെന്ന് തോന്നുന്നത് എന്ന് നമുക്കിവിടെ പറയാൻ പറ്റും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ട് കാര്യം സാധിക്കാനും കൂടുതൽ മനസ്സ് ദൗർബല്യമാകുന്ന ഇമോഷൻസിന് അടിമപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ തന്നെയും കുറെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ നിങ്ങളോട് കള്ളം പറയണം എന്നുള്ള ആ ഒരു ആഗ്രഹം ഉണ്ടാവും. കാരണം പിടിച്ചു നിൽക്കാൻ വേണ്ടി. മനസ്സിലായി? അതാണ് പറയുന്നത്, പിടിച്ചു നിൽക്കാൻ വേണ്ടിയാണ്, തനിക്ക് ജയിക്കണം എന്നുള്ള ആഗ്രഹമാണ്. അപ്പൊ പിടിച്ചു നിൽക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കള്ളങ്ങൾ നിങ്ങളോട് പറയാതെ പറ്റില്ലല്ലോ. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കള്ളങ്ങൾ ഇവിടെ പറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇനി 9 ഓഫ് കപ്സിന്റെ എനർജിയാണ്. പക്ഷെ നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് സ്നേഹമാണ്. 9 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ സഫലതയാണ്. നിങ്ങളോട് അടുത്തിരിക്കുമ്പോൾ നിങ്ങളുടെ സംസാരം എല്ലാം അവരെ ഒരുപാട് സന്തോഷിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായി? അത് കഴിഞ്ഞിട്ട് 2 ഓഫ് വാൺസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി ഒരു വെയിറ്റിംഗ് ആണ്. നീയാണ് എൻ്റെ ലോകം, നിങ്ങളാണ് എൻ്റെ ലോകം. മനസ്സിലായി? നിങ്ങളില്ലാതെ ഈ ലോകത്ത് എനിക്ക് ജീവിക്കാൻ പറ്റില്ല. നിങ്ങൾ തന്നിരിക്കുന്ന വാക്കുകൾ അല്ലെങ്കിൽ നിങ്ങൾ തന്നിരിക്കുന്ന പ്രതിജ്ഞകളൊക്കെ നിങ്ങൾ എന്നോട് പ്രോമിസ് ചെയ്തതല്ലേ. അപ്പം ഇതിനെന്താണ് ഇപ്പോൾ ഒരു വ്യത്യാസം വന്നിരിക്കുന്നത് എന്നൊക്കെ ആലോചിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളില്ലാതെ എനിക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു എനർജി ഉണ്ടാവണം, നിങ്ങളുടെ സ്നേഹം ഉണ്ടാവണം എന്നൊക്കെ കരുതി മാത്രം ഇവിടെ വെയിറ്റ് ചെയ്തു നിൽക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. വെയിറ്റിംഗ് ഉണ്ട്, ഉള്ളിൻ്റെ ഉള്ളിൽ വെയിറ്റിംഗ് ഉണ്ട്. പക്ഷേ ഇവിടെ ഇതാണ് ഒരു സ്വഭാവം എന്നാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അടുത്തതായിട്ട് നമുക്ക് നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ്, അവരുടെ
അവരിപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതല്ലേ നമ്മളിവിടെ നോക്കുന്നത്. അവരുടെ കറണ്ട് എനർജിയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഈ ഒരു സമയത്ത് നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്ന എന്താണ് എന്ന് നോക്കാം. ഇത് ലവേഴ്സ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. ലവേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ്. നിങ്ങളെ കണ്ട നിമിഷം മുതൽ നിങ്ങളോട് ഒരുപാട് സ്നേഹം തോന്നി നിങ്ങളോട് അടുത്തുകൂടിയതാണ്. എന്തോ മുൻപെങ്ങ് കണ്ടു പരിചയമുള്ള വ്യക്തിയാണല്ലോ ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളോട് അടുത്തുകൂടിയതാവാം. അതുമല്ല എങ്കിൽ മനസ്സിൽ തോന്നിയതാവാം. പരസ്പരം അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ട് ഇഷ്ടം കൂടി മുന്നോട്ട് വന്നതാണ്. ആദ്യത്തെ കാഴ്ചയിൽ തന്നെ തോന്നി, അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായി എന്നുള്ളതാണ്. ഇത് എൻ്റെ ആരോ ആണല്ലോ, ഇതെന്നെ ചിലപ്പോൾ ഇത് പണ്ടെങ്ങോ എന്തോ പരിചയമുള്ള ആളാണല്ലോ, അല്ലെങ്കിൽ ഇത് ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ടല്ലോ ഇങ്ങനെ ഒരു വ്യക്തിയെ, അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ ഒത്തുചേർന്ന് വന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇത് വളരെയധികം ഒരു സോൾമേറ്റ് കണക്ഷനെ കാണിക്കുന്നതാണ്. അല്ലെങ്കിൽ വളരെയധികം ട്രൂ ലവ് കാണിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം നിങ്ങളോട് ഈ വ്യക്തിക്ക് നല്ല ഒരു ലവ് ഉണ്ട്, നല്ല സ്നേഹമുണ്ട്, സിൻസിയർ ലവ് നിങ്ങളോട് ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡാണ്, നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് 4 ഓഫ് പെന്റക്കിൾസ് ആണ്. കണ്ടില്ലേ, നിങ്ങളെ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. 4 ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ഹോൾഡിങ്ങിന്റെ എനർജിയാണ്. അപ്പോൾ ഇത് നിങ്ങളുമായിട്ട് കണക്റ്റ് ആണ്. അവരുടെ വിചാരമുണ്ട് നിങ്ങൾ വേറെ വിട്ടുപോകാൻ പാടില്ല. ഇനി എത്രമാത്രം പിണങ്ങിയിരുന്നാലും നല്ലതുപോലെ വഴക്കിട്ട് പിണങ്ങുമ്പോൾ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ഉള്ളിൽ ഒരു വാശി വൈരാഗ്യം ഒക്കെ ഉണ്ടാകും. അതൊന്ന് തണുത്തു വരണമെങ്കിൽ കുറച്ച് ദിവസം, ചിലർക്ക് കുറച്ച് ദിവസം വേണ്ടി വരും, ചിലർക്ക് മാസങ്ങളോളം വേണ്ടി വരും. മനസ്സിലായോ? അങ്ങനെയുള്ള ഒരു പ്രശ്നമാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ കാണുന്നത്. ആ ഒരു എനർജിയാണ് ഇവിടെ നിലനിൽക്കുന്നത് എന്ന് കാണുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇണങ്ങി വരാൻ പറ്റുന്നില്ല. പിന്നെ പിടിച്ചു നിൽക്കണമെങ്കിൽ കുറച്ച് കള്ളങ്ങൾ പറഞ്ഞേ മതിയാവൂ. അതിനൊക്കെ അവർ മാപ്പ് പറയുന്നുമുണ്ട്. താങ്ക് യു, ഐ ലവ് യു എന്നൊക്കെ യൂണിവേഴ്സിനോട് പറയുന്നുമുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു എന്നൊക്കെ അവർ യൂണിവേഴ്സിനോട് പറയുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നല്ല നോളജ് ഉള്ള വ്യക്തിയാണ്, കുറച്ചൊക്കെ നല്ല ബോധം ഉള്ള വ്യക്തിയാണ് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. അപ്പൊ ഈ ഒരു റിലേഷൻഷിപ്പിലെ കാര്യമാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇതെല്ലാവർക്കും ബാധകമാണോ എന്നറിയത്തില്ല, ബാധകമാകുന്നവരെടുക്കുക. ഇവിടെ 4 ഓഫ് പെന്റക്കിൾസ് കണ്ടില്ല, നിങ്ങളെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. നിങ്ങൾ ആരോട് സംസാരിക്കുന്നത്, ആർക്കെങ്കിലും മെസ്സേജ് അയക്കുന്ന ഒന്നും ഇഷ്ടമല്ലാത്ത ഒരു വ്യക്തിയാണ് ഈ ഒരു വ്യക്തി. മനസ്സിലായി? ഇത് എൻ്റേതാണ്, ഈ ഒരു വ്യക്തി എൻ്റേതാണെന്ന് പറഞ്ഞ് ഹോൾഡ് ചെയ്തിരിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. കൂടുതൽ പൊസസീവ്നെസ് ഉണ്ട്, അതുപോലെ ട്രൂ ലവ് ഉണ്ട്, അതുപോലെ ഒരു റൊമാൻറ്റിക് ലവ് നിങ്ങളോട് ഫീൽ ചെയ്യുന്നുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് നിങ്ങൾ തമ്മിലുള്ളത് എന്നിവിടെ നമ്മൾ കാണുന്നുണ്ട്. അവർ സ്വപ്നം കണ്ട വ്യക്തിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ അവരോട് അടുത്ത് കൂടിയപ്പോൾ മാത്രമാണ് അവർക്ക് കുറച്ചുകൂടി ഐശ്വര്യവും സമൃദ്ധിയും വന്നത് എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ ചിലപ്പോഴൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഇവിടെ നിന്ന് വഴക്കിടുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചു പോകുന്നത് എന്നേ ഉള്ളൂ. ഇവിടെ 10 ഓഫ് വാൻസിന്റെ എനർജിയാണ്. കണ്ടില്ലേ, 10 ഓഫ് വാൻസ് എന്ന് പറയുമ്പോൾ അവർക്ക് ചില റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവാം. ഇപ്പോൾ അവരുടെ തോളിൽ നിറയെ ഭാരമുണ്ട്. നല്ല റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു വ്യക്തിയാണ് ഈ വ്യക്തി എന്ന് കാണുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹത്തിൽ തന്നെയും ചിലപ്പോൾ നല്ല വ്യക്തിത്വം ഉള്ളത്, അല്ലെങ്കിൽ നല്ല ചില പ്രശ്നങ്ങളൊക്കെ ഉള്ള വ്യക്തിയാണ്. അവിടെ ഒരു അധികാര പദവിയുള്ള വ്യക്തിയാവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിയും ആവാം. അതുകൊണ്ട് തന്നെ അവർക്ക് കുറേ ജോലികളുണ്ട്, ചെയ്തു തീർക്കാൻ കുറേ ജോലികളുണ്ട്. ഇനി ബിസിനസ്സിലാവാം, ഇനി മറ്റേതെങ്കിലും ജോലിയിലാവാം, റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാണെങ്കിൽ അവിടെയുമാകാം, അവരുടെ കുടുംബത്തിലുമാകാം. മനസ്സിലായി? അവരുടേതായ കുടുംബത്തിലും അവർക്ക് ഒരുപാട് ഉത്തരവാദിത്ത ബോധമുള്ള ജോലി ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട്. മനസ്സിലായി? ചിലപ്പോൾ വീട്ടിലെ എല്ലാ ജോലിയും അവരുടെ ചുമലിലാവാം. അതുകൊണ്ട് തന്നെ ചിലപ്പോഴൊക്കെ ചില കാര്യങ്ങൾ നിങ്ങളോട് സ്നേഹമായിട്ട് സംസാരിക്കാനും ഒക്കെയും വിട്ടുപോകുന്നുണ്ടാവാം. ഇനി അതുമല്ല എങ്കിൽ കുറച്ചൊന്ന് കഴിഞ്ഞോട്ടെ എന്ന് മാറ്റി വയ്ക്കുന്നുണ്ടാവാം. അതൊക്കെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇവിടെ കാണുന്ന എനർജിയാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്ന കാർഡ്സിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഇവിടെ വന്നിരിക്കുന്നത് 10 ഓഫ് വാൻസ്. കണ്ടില്ലേ, ഇവിടെ ഒരുപാട് ഭാരം ചുമന്ന് നടുവൊടിയുന്ന ഒരു പ്രകൃതിയാണ്. അപ്പൊ ഈ നടുവൊടിയുന്ന ഈ ഒരു പ്രകൃതിയിൽ എന്താണ്, അവർ കുറെ കഷ്ടതകൾ അനുഭവിക്കുന്നുണ്ടല്ലോ, അല്ലേ? കഷ്ടതകൾ അനുഭവിക്കുന്നത് ചിലപ്പോൾ കുടുംബത്തിന് വേണ്ടിയാവാം, അല്ലെങ്കിൽ അത് സന്തോഷമായി ചെയ്യുന്ന ജോലിയും ആവാം.
ചിലപ്പോൾ സന്തോഷമാവാം, ചിലപ്പോൾ അതിൽ ദുഃഖമുണ്ടാവാം. ഇതിന് ആരെങ്കിലും കൂടെ എന്നെ സഹായിക്കുന്നില്ലല്ലോ എന്നൊക്കെ ഒരു തോന്നലുണ്ടാവാം. ചിലപ്പോൾ സാമ്പത്തികപരമായ ബാധ്യതകൾ ഉണ്ടാകാം. സാമ്പത്തികപരമായ ബാധ്യതകൾ ഉണ്ടാകുമ്പോൾ വിചാരിക്കും ആരും ഒരു സഹായത്തിനില്ല, ഞാൻ തന്നെ ഇതെല്ലാം ചെയ്തു തീർക്കണം എന്നൊക്കെ ചിലപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ടാവും. നിങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചിന്തകൾ അവരിലേക്ക് കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളോടുള്ള മനോഭാവമാണ് ഇത്. അതുകൊണ്ടാണ് നിങ്ങളിലേക്ക് വരാൻ താമസിക്കുന്നത് എന്ന് നമുക്കിവിടെ പറയാൻ പറ്റും. പിന്നെ കിങ് ഓഫ് വാൻസിന്റെ എനർജിയാണ്, അവർ ഹൈ എനർജി ഉള്ള വ്യക്തിയാണെന്ന് നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഈ ഒരു വാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വാൻസ് ഇവിടെ കണ്ടില്ലേ, ഇവിടെ അത്യധികം ആവേശമുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഇവിടെയും വളരെയധികം ആവേശമുണ്ട്. നിങ്ങളോട് സെക്ഷൽ ഡിസയർ ഉണ്ടാവാം, ഫിസിക്കൽ അട്രാക്ഷൻ ഒരുപാട് നിങ്ങളോട് ഉണ്ടാവാം. ഇതൊക്കെ നിങ്ങളോടുള്ള ഒരു വ്യക്തിയാണ് ഈ വ്യക്തി എന്ന് കാണുന്നുണ്ട്. മനസ്സിലായി. അതുപോലെ തന്നെ അടുത്തായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് ചാരിയട്ടാണ്. ചാരിയട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? അവർ സമർത്ഥരാണ് വാഹനം ഓടിക്കാനും, വാഹനം ഓടിക്കുന്നത് പോലെ തന്നെ അവർക്ക് എന്താണ് പവർഫുള്ളായ വ്യക്തികളാണ്. കാരണം അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അവർ മുന്നോട്ട് വരുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അവർ ചിന്തിച്ച് വയ്ക്കുന്ന കാര്യങ്ങൾ, അവർ തീരുമാനമെടുക്കുന്ന കാര്യത്തിൽ ഒരു സക്സസ് വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതേപോലെ ഒരു സക്സസ് നിങ്ങളുമായിട്ടുള്ള ആ റിലേഷൻഷിപ്പിലും മുന്നോട്ട് കൊണ്ടുപോകണം എന്നവർ ചിന്തിക്കുന്നുണ്ട്. മനസ്സിലായി. നല്ല പവർഫുൾ ആയിട്ടുള്ള വ്യക്തികളാണെന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അവരുടെ ഈ മനോധൈര്യം ഒരിക്കലും ചോർന്നു പോകാതെ അവർ തന്നെ രക്ഷിക്കുന്നുണ്ട്. അവർ തന്നെ അത് കാത്തു രക്ഷിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അവർ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ അവർ സക്സസ് നേടിയെടുക്കണം. അതിനായിട്ട് അവർ വളരെയധികം കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികൾ തന്നെയാണ്. വളരെയധികം ഇവിടെ കണ്ടില്ലേ, വളരെയധികം കോൺഫിഡൻ്റ് ആണ് ഈ വ്യക്തി. ഇവിടെ കിങ് ഓഫ് വാൻസ് വളരെയധികം കോൺഫിഡൻ്റ് ആണ്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ കുറച്ച് ആവേശം കൂടി, ആവേശമുണ്ട്, കോൺഫിഡൻ്റ് ആണ്. അപ്പൊ ഈ ഒരു കോൺഫിഡൻസ് വരുന്നത് എവിടെ തന്നെയാണ്? കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. നിങ്ങൾ വരും, നിങ്ങൾ അവർക്കുള്ളതാണ് എന്ന് അവർക്ക് അവരുടെ മനസ്സിൽ ഉത്തമ ബോധമുണ്ട്. മനസ്സിലായോ? അത് അങ്ങനെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ഡെത്താണ്. ഇപ്പോഴത്തെ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ സ്റ്റക്കാണ് നിങ്ങൾ വിചാരിച്ചെടുത്ത കാര്യങ്ങൾ നിൽക്കുന്നില്ല, കുറച്ച് ഇവിടെ നിന്നു പോയിരിക്കുന്നത്. അത് പല കാരണങ്ങൾ ഉണ്ടാവാം. ഈ ഒരു എനർജിയിൽ പല കാരണങ്ങൾ കൊണ്ടും നിങ്ങൾ ഇവിടെ ഇപ്പോൾ സ്റ്റക്കായിട്ടിരിക്കുന്ന സാഹചര്യമാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ ഏതെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാവാം. അത് അവരുടെ ബന്ധുക്കളാവാം, കൂടുതലായിട്ട് അവരെ ശ്രദ്ധിക്കാൻ ആൾക്കാരുണ്ടാവാം, അവരുടെ ചുറ്റും എപ്പോഴും ആൾക്കാരുണ്ടാവാം. അതുകൊണ്ട് തന്നെ നിങ്ങളോടുള്ള ഈ ഒരു കണക്ഷൻ പഴയതുപോലെ സ്മൂത്ത് ആയിട്ട് വരുന്നില്ല. മനസ്സിലായോ? അപ്പൊ ഇവിടെ കുറച്ചൊന്ന് നിലച്ചു പോയിരിക്കുന്നു ഈ ഒരു കണക്ഷൻ എന്നാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റിയിരിക്കുന്നത്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ അതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ചൊക്കെ ചെറിയ ചെറിയ കള്ളങ്ങൾ പറഞ്ഞ് നിങ്ങളോട് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നു. ചിലപ്പോൾ ഏതെങ്കിലും തേർഡ് പാർട്ടി ഇതിനിടയിൽ വന്നിട്ടുണ്ടാവാം. അവരെ ഒഴിച്ചുവിടണമല്ലോ, അവരെ ഒഴിച്ചുവിടണമെന്നായിരിക്കാം ചിലപ്പോൾ ഇവിടെ 10 ഓഫ് വാൻസിന്റെ എനർജി വന്നിരിക്കുന്നത്. ഇവിടെ സംഭവിച്ചതിന് തെറ്റിനെ മറയ്ക്കണമല്ലോ. അപ്പോൾ അതിനെ ഒന്ന് മായ്ച്ചിട്ട് അതിനെ ഒന്ന് ഒഴിവാക്കിക്കൊണ്ട് നിങ്ങളിലേക്ക് വരണമെന്ന് ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇത് സംഭവിച്ചിരിക്കുന്നു. പക്ഷെ ഇവിടെ നിന്ന് ഏറ്റവും നല്ല ഒരു ചേഞ്ചിലേക്കാണ് നിങ്ങൾ വരുന്നത്. ഡെത്ത് വന്നു കഴിഞ്ഞാൽ എന്താണ്? ഒരു റീബർത്ത് ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ തന്നെ വീണ്ടും കൂടിച്ചേരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. കാരണം ഇവിടെ ലവേഴ്സ് ഉണ്ട്. കണ്ടില്ലേ, ഇപ്പൊ ഈ ഒരു കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം വിട്ടുപോകുന്നതല്ല. ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും. കാരണം അവരുടെ കർമ്മ എന്ന് ഫേസ് ചെയ്യണ്ടേ, അവരുടെ കർമ്മ അനുഭവിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാവണം. അവിടെ നിന്നൊരു ചീറ്റിങ് കിട്ടണം. മനസ്സിലായോ? എന്നിട്ട് വേണം നിങ്ങളിലേക്ക് വീണ്ടും വരുന്നത്. ഇങ്ങനെയൊക്കെ ചില സംഭവങ്ങൾ ഇടയ്ക്ക് വരാം. അതിനായിട്ട് ഇവിടെ കള്ളം പറയണം, അല്ലെങ്കിൽ ഒരു കള്ളം കാണിക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്കിവിടെ പറയാം. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുമായിട്ടുള്ള ഈ ഒരു കണക്ഷൻ ഇവിടെ സ്റ്റക്കായത്. അപ്പോൾ ഇവിടെ ഇത്തരത്തിലുള്ള ഈ ഒരു കണക്ഷൻ ഇവിടെ സ്റ്റക്കായിട്ടുള്ളത്, ഇത് വളരെയധികം നിങ്ങളോടുള്ള സ്നേഹം വളരെയധികം പ്യുവറാണ്. നിങ്ങൾക്ക് പകരം നിങ്ങളല്ലാതെ മറ്റാരും പറ്റില്ല. ഇടയ്ക്ക് വരുന്നുണ്ട്, തേർഡ് പാർട്ടി വന്നോ പോയോ, അത് വേറെ പ്രശ്നം. പക്ഷേ നിങ്ങൾക്ക് പകരം നിങ്ങളല്ലാതെ ഇവിടെ അവർക്കൊരു സമാധാനത്തിന് സന്തോഷത്തിന് മറ്റാരുമില്ല. അതാണ് ഇവിടെ കാണുന്നത്. ഇവിടെയോ കണ്ടില്ലേ, നിങ്ങൾക്ക് വേണ്ടി ആവേശത്തോടു കൂടി നോക്കി നിൽക്കുന്ന എനർജി ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഡെത്ത് വന്നിരിക്കുന്നു. നിങ്ങൾ തമ്മിൽ ഒരു റീബർത്ത് വീണ്ടും ഉണ്ടാകും. നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ചേഞ്ച് ഉണ്ടാകും. ചേഞ്ച് സംഭവിക്കുന്നതാണ്. മനസ്സിലായി? ഇവിടെ നമ്മൾ ഒപ്പിച്ച് പറയുന്നൊന്നുമല്ല, വന്നിരിക്കുന്ന കാർഡ്സിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ നമ്പർ വന്നിരിക്കുന്നത്
നമ്പർ 3 വന്നിട്ടുണ്ട്, നമ്പർ 4 വന്നിട്ടുണ്ട്, 7 വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ 9 വന്നിട്ടുണ്ട്, 2 വന്നിട്ടുണ്ട്, അതുപോലെ 4 നമ്പർ 4 വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ഓഫ് പെൻറ്റക്കിൾസ് എംപററും നല്ല വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു നമ്പറാണ് ഇവിടെ 4 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്പർ 7 വന്നിട്ടുണ്ട്, നമ്പർ 6 വന്നിട്ടുണ്ട്. 6 വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, അങ്ങനെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് വന്നിട്ടുണ്ട്, വാട്ടർ സൈൻ വന്നിട്ടുണ്ട്, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി വന്നിട്ടുണ്ട്. ഇവിടെ ഫയർ സൈൻ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി വന്നിട്ടുണ്ട്, എയർ സൈൻ വന്നിട്ടുണ്ട്, ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജി. ഇവിടെ ഒരുപാട് എനർജീസ് ഒക്കെ വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഒരുപാട് കണക്ഷൻ ഇവിടെയുണ്ട്. വളരെ നല്ല ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇവർ നിങ്ങളിലേക്ക് തിരികെ വരും എന്നുള്ള വിശ്വാസമാണ്. കണ്ടില്ലേ, അങ്ങനെയാണ് നിങ്ങളിവിടെ മുന്നോട്ട് പോകുന്നതും. വളരെയധികം സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് ഇതെന്ന് കാണുന്നുണ്ട്. കാരണം അവരിവിടെ ഒരുപാട് നിങ്ങളെ സ്നേഹിക്കുന്നതായിട്ടാണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. പേഴ്സണലായിട്ട് റീഡിംഗ് വേണ്ടവർക്ക് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.